ഐ ആം ഗെയിം സിനിമയുടെ വമ്പൻ അപ്ഡേറ്റ്. ജനനായകൻ സിനിമയുടെ ഇന്നത്തെ കോടതി വിധി എന്തായി? സിനിമ എപ്പോൾ റിലീസിനെത്തും? മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു വമ്പൻ സിനിമ വരുന്നു. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഭാസ്, പൃഥ്വിരാജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത് 2023 പുറത്തുവന്ന ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് സലാർ. ഏകദേശം 400 കോടി രൂപയോളം ബഡ്ജറ്റിൽ ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച സലാറിന് 600 കോടി രൂപയോളം മാത്രമാണ് ബോക്സ് ഓഫീസ് കളക്ഷനെ നേടാൻ സാധിച്ചത്. അതായത് ഒരു ആവറേജ് വിജയം മാത്രമാണ് ഈ സിനിമയ്ക്ക് ലഭ്യമായിട്ടുള്ളത്. എന്നിരുന്നാലും സലാറിന്റെ രണ്ടാം ഭാഗത്തിനായി വലിയൊരു കാത്തിരിപ്പാണ് ആരാധകർ നടത്തി വരുന്നത്. ഇതിനിടയിൽ സലാർ 2 ഉപേക്ഷിച്ചു എന്ന തരത്തിൽ നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം സലാർ 2 ഉപേക്ഷിച്ചിട്ടില്ല എന്നും ഉടൻ തന്നെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഹോംബാലെ ഫിലിംസ് പുറത്തുവിടുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. പ്രദീപ് രംഗനാഥനെ നായകനാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത് ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു റൊമാന്റിക് കോമഡി സയൻസ് ഫിക്ഷൻ സിനിമയാണ് LIK. പ്രദീപിനൊപ്പം കൃതി ഷെട്ടി, എസ് ജെ സൂര്യ, യോഗി ബാബു, സുനിൽ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന LIKയുടെ ബഡ്ജറ്റ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് 80 കോടി രൂപയോളമാണ് LIKയുടെ കൃത്യമായ ബഡ്ജറ്റ്. അതായത് ഈ ചിത്രം തിയേറ്ററുകളിൽ വിജയമാവണമെങ്കിൽ മിനിമം 150 കോടി രൂപയെങ്കിലും കളക്ഷനെ നേടിയേ പറ്റൂ. വരുന്ന ഫെബ്രുവരി മാസം 13-ാം തീയതി വാലന്റൈൻസ് ഡേ സ്പെഷ്യലായി LIK തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഓൾറെഡി LIKയുടെ കേരള വിതരണാവകാശം ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലൻ സ്വന്തമാക്കി കഴിഞ്ഞു. അർജുൻ അശോകൻ, വിശാഖ് നായർ, റോഷൻ മാത്യു തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അദ്വൈത് നായർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ആക്ഷൻ റെസ്ലിംഗ് സിനിമയാണ് ചത്ത പച്ച. ഈ സിനിമയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഒരു കാമിയോ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്ന് മൂവി ടീം തന്നെ കൺഫേം ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ നമ്മുടെ ലാലേട്ടന്റെ വോയിസ് ഓവറിലൂടെയാവും മമ്മൂക്കയുടെ സിനിമയിലെ എൻട്രി സീൻ ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ലാലേട്ടൻ ആരാധകർക്കും മമ്മൂക്ക ആരാധകർക്കും തിയേറ്ററിൽ മികച്ചൊരു മൊമെന്റ് ചത്ത പച്ച കാണുന്നതിലൂടെ ലഭിക്കുമെന്ന് തീർച്ച. വരുന്ന ജനുവരി 22-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായിട്ടാവും ചത്ത പച്ച തിയേറ്ററുകളിലേക്ക് എത്തുക. സൂര്യ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്ത കറുപ്പ് എന്ന ചിത്രം ഏപ്രിൽ മാസത്തിലേക്ക് റിലീസ് മാറ്റാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ സിനിമയുടെ പ്രൊഡ്യൂസർ പാർട്ണറായ SR പ്രകാശ് ബാബു കറുപ്പ് ഞങ്ങൾ ഏപ്രിൽ റിലീസായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പിന്നെ കറുപ്പ് സിനിമയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് എന്തെന്നാൽ സൂര്യ ചിത്രത്തിൽ 2 വ്യത്യസ്ത റോളുകളിൽ എത്തുന്നുണ്ടെന്നും സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിൽ ചില ഫാന്റസി എലമെന്റുകൾ കാണാനാവുമെന്നും പറയുന്നു. സൂര്യയ്ക്കൊപ്പം തൃഷ, സ്വാസിക, ഇന്ദ്രൻസ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കറുപ്പിന്റെ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. കഴിഞ്ഞ വർഷം ബോളിവുഡിൽ നിന്നും റിലീസിനെത്തി 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ദുരന്തർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ ദുരന്തർ 2 ടീസർ റിലീസിനൊരുങ്ങുന്നു. ഓൾറെഡി ടീസറിന്റെ സെൻസറിംഗ് വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കുന്ന ദുരന്തർ 2 ടീസറിന്റെ റണ്ണിംഗ് ടൈം 1 മിനിറ്റ് 48 സെക്കൻഡും. വരുന്ന റിപ്പബ്ലിക് ദിനത്തിൽ ദുരന്തർ 2 ടീസർ റിലീസിനെത്തും. ടൊവിനോ തോമസിനെ നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്തു വരുന്ന പള്ളിച്ചട്ടമ്പി എന്ന സിനിമയുടെ മോഷൻ പോസ്റ്ററും റിലീസ് തീയതി അപ്ഡേറ്റും ഇന്ന് രാവിലെ 11 മണിക്ക് പുറത്തു വന്നിരുന്നു. മോഷൻ പോസ്റ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന BGM ഒക്കെ മികച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയണം. ഒരു പീരീഡ് ആക്ഷൻ ത്രില്ലർ സിനിമയായി തയ്യാറാവുന്ന പള്ളിച്ചട്ടമ്പിയിൽ ടൊവിനോയ്ക്കൊപ്പം കയാദു ലോഹർ, വിജയരാഘവൻ, സുധീർ കരമന, TG രവി, ശ്രീജിത്ത് രവി എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തും. ദാദാ സാഹിബ്, ശിക്കാർ പോലുള്ള സിനിമകൾക്ക് തിരക്കഥയൊരുക്കിയ സുരേഷ് ബാബു ആണ് പള്ളിച്ചട്ടമ്പിക്കും തിരക്കഥയൊരുക്കുന്നത്. മ്യൂസിക് ജെയ്ക്സ് ബിജോയ്. വമ്പൻ ബജറ്റിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമയായി തയ്യാറാവുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് നൌഫൽ അഹമ്മദും. വരുന്ന ഏപ്രിൽ മാസം 9-ാം തീയതി പള്ളിച്ചട്ടമ്പി പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ ഈ ആഴ്ച ആരംഭിക്കാനിരിക്കുകയാണ്. ഓൾറെഡി ഈ സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം ഫീമെയിൽ ലീഡ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നയൻതാര ആയിരിക്കുമെന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. ഇന്നിപ്പോൾ നയൻതാര ഈ സിനിമയിൽ നിന്നും പിന്മാറിയെന്നും പകരം അനുസിത്താര ചിത്രത്തിൽ ഫീമെയിൽ ലീഡ് കഥാപാത്രത്തെ അവതരിപ്പിക്കുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനവും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഉടൻ തന്നെ പുറത്തുവരും. ധനുഷിനെ നായകനാക്കി പോർത്തുഗൽ എന്ന സിനിമയ്ക്ക് ശേഷം വിഘ്നേഷ് രാജ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കര. ഇപ്പോൾ ഈ സിനിമയെ പറ്റി സംവിധായകൻ തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കരസാമി എന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാവും ധനുഷ് ഈ ചിത്രത്തിൽ എത്തുകയെന്നും 90കളിൽ നടക്കുന്ന ചില യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് കര ഒരുക്കിയിട്ടുള്ളതെന്നും ഒരു മനുഷ്യന്റെ പ്രതികാരം, കുറ്റബോധം, മോചനം എന്നിവ കാട്ടിത്തരുന്ന ഒരു സിനിമയാവും കരയെന്നുമാണ് സംവിധായകൻ സൂചിപ്പിച്ചിട്ടുള്ളത്. വരുന്ന മാർച്ച് മാസം അവസാനം കര റിലീസിനെത്തിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നതും. അജിത്തിനെ നായകനാക്കി വെങ്കുട്ട് പ്രഭു സംവിധാനം ചെയ്ത മങ്കാത്ത എന്ന ചിത്രം വരുന്ന ജനുവരി 23-ാം തീയതി റീ റിലീസിനെത്തുകയാണ്. ഇന്നിപ്പോൾ ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. നിലവിലെ ട്രെൻഡ് വെച്ച് തമിഴിൽ നിന്നും ഇതുവരെ റീ റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് മങ്കാത്ത മറികടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല.
മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരികയാണെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ചില അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ തന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ആയിട്ടാവും ഒരുങ്ങുകയെന്നും രാജമാണിക്യത്തിൽ മമ്മൂക്ക ഉപയോഗിച്ചിരിക്കുന്ന അതേ തിരുവനന്തപുരം സ്ലാങ്ങിലാവും മമ്മൂക്ക അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ സംസാര ശൈലിയെന്നും ഇതിനെല്ലാം പുറമെ 9 വയസ്സുള്ള ഒരു പെൺകുട്ടി മാത്രമാണ് ഈ സിനിമയിൽ സ്ത്രീ കഥാപാത്രമായിട്ട് എത്തുകയെന്നും ആ ഒരു കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ കഥ മുഴുവൻ നടക്കുന്നതെന്നുമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഫാലിമി, ടി എന്നീ സിനിമകൾക്ക് ശേഷം നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഈ കോമഡി ആക്ഷൻ മാസ് സിനിമയ്ക്ക് മ്യൂസിക് ഒരുക്കുന്നത് വിഷ്ണു വിജയ് ആണ്. കാത്തിരിക്കാം ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. വിശാലിനെ നായകനാക്കി സുന്ദർ സി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് വിശാൽ 36. ഒരു കോമഡി ആക്ഷൻ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ സിനിമയ്ക്ക് മ്യൂസിക് ഒരുക്കുന്നത് ഹിപ് ഹോപ്പ് തമിഴനാണ്. ഒപ്പം തന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം തമന്ന ഒരു ത്രൂ ഔട്ട് ഹീറോയിനായി എത്തുന്ന സിനിമയെന്ന പ്രത്യേകതയും വിശാൽ 36-നുണ്ട്. ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റിൽ പ്രഖ്യാപനവും നാളെ വൈകിട്ട് 6 മണിക്ക് പുറത്തു വരുമെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ശിവരാജ് കുമാർ, ഉപേന്ദ്ര, ഋഷഭ് ഷെട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കന്നഡത്തിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു 45. വലിയ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രം റിലീസിന് എത്തിയതെങ്കിൽ പോലും തിയേറ്ററുകളിൽ 45 ഒരു പരാജയമായി മാറിയിരുന്നു. എന്തായാലും ചിത്രം ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ജനുവരി 23-ന് 45 OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് ദൃശ്യം 3. ചിത്രത്തിന്റെ ഒഫീഷ്യൽ കാസ്റ്റ് ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ലാലേട്ടനൊപ്പം മീന, ഗണേഷ് കുമാർ, ആശ ശരത്ത്, സിദ്ദിഖ്, മുരളി ഗോപി, അൻസിബ, ശാന്തി മായാദേവി, ഇർഷാദ് അലി എന്നിവരെയൊക്കെയാണ് ദൃശ്യം 3-ൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുക. അത് മാത്രമല്ല ചിത്രത്തിന്റെ ഓഫ്ലൈൻ പ്രൊമോഷൻ പരിപാടികൾക്കും മൂവി ടീം തുടക്കം കുറിച്ചു കഴിഞ്ഞു. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ദൃശ്യം 3 വരുന്ന ഏപ്രിൽ 2-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. മഹേഷ് ബാബു, പൃഥ്വിരാജ് സുകുമാരൻ, പ്രിയങ്ക ചോപ്ര എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി SS രാജമൗലി സംവിധാനം ചെയ്തു വരുന്ന ഒരു തെലുങ്കു പാൻ ഇന്ത്യൻ സിനിമയാണ് വാരണാസി. ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന 2027 ഏപ്രിൽ മാസത്തിൽ 9-ാം തീയതി അല്ലെങ്കിൽ ഏപ്രിൽ 15-ാം തീയതി വാരണാസി റിലീസിനെത്തിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. അല്ലു അർജുനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് AA23. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ വരുന്ന ജൂലൈ മാസം മുതൽ ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അല്ലു അർജുൻ 2 വ്യത്യസ്ത ഗെറ്റപ്പുകളിലെത്തുന്ന AA23-ൽ പൂജ ഹെഗ്ഡെയാണ് ഫീമെയിൽ ലീഡ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അത് മാത്രമല്ല ഈ സിനിമയുടെ പല പോർഷൻസും IMAX ക്യാമറയിലാവും ചിത്രീകരിക്കുകയെന്നും പറയപ്പെടുന്നു. കാത്തിരിക്കാം AA23-യുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. ജയസൂര്യയെ നായകനാക്കി റോജിൻ തോമസ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ കത്തനാർ. ഒരു എപ്പിക് ഫാന്റസി ഹൊറർ ജോണറിൽ തയ്യാറാവുന്ന കത്തനാരിൽ ലാലേട്ടൻ ഒരു കാമിയോവേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് വാർത്തകൾ വന്നിരുന്നതാണ്. ഇന്നിപ്പോൾ ലാലേട്ടൻ കത്തനാർ സിനിമയിലെ ഡബ്ബിംഗ് ഉൾപ്പെടെയുള്ള വർക്കുകൾ പൂർത്തീകരിച്ചതായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ചിത്രത്തിന്റെ റിലീസ് തീയതി ഉൾപ്പെടെയുള്ള അപ്ഡേറ്റ് അടങ്ങിയ ഒരു ട്രെയിലർ പുറത്തുവിടാനുള്ള തീരുമാനത്തിലാണ് കത്തനാർ ടീം. കാത്തിരിക്കാൻ കത്തനാരിന്റെ ട്രെയിലർ റിലീസ് അപ്ഡേറ്റിനായി. ദുൽഖർ സൽമാനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഐ ആം ഗെയിം. ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ്, മിഷ്കിൻ, കയാദു ലോഹർ, കതിർ തുടങ്ങി വമ്പൻ താരനിര ഒന്നിക്കുന്ന ഐ ആം ഗെയിമിന്റെ തിയേറ്റർ ചാർട്ടിംഗ് വർക്കുകൾ സിനിമയുടെ നിർമ്മാതാക്കളായ വേഫെയർ ഫിലിംസ് പൂർത്തീകരിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഓൾറെഡി സിനിമയ്ക്കായി ഇപ്പോൾ തന്നെ 450-ലധികം സ്ക്രീനുകൾ കേരളത്തിൽ മാത്രം ലോക്ക് ചെയ്തു കഴിഞ്ഞു. മേ ബി 2026 ഓണം റിലീസിൽ ഏറ്റവും അധികം സ്ക്രീനുകൾ റിലീസ് ചെയ്യുന്ന സിനിമയായിട്ടാവും ഐ ആം ഗെയിം തിയേറ്ററുകളിലേക്ക് എത്തുക. പക്ഷെ നിലവിൽ ഐ ആം ഗെയിമിന് ഇപ്പോൾ തന്നെ നെഗറ്റീവ് കമന്റുകൾ ഒരു പ്രത്യേകതരം ഫാൻസ് രൂപപ്പെട്ടു കഴിഞ്ഞു. നിരവധി ഫേക്ക് ന്യൂസുകളും അവർ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയാൽ മാത്രമേ ഐ ആം ഗെയിമിന് ബോക്സ് ഓഫീസിൽ പിടിച്ചു നിൽക്കാനാവൂ. വരുന്ന ഓഗസ്റ്റ് മാസം 20-ാം തീയതി മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ് ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായിട്ടാവും ഐ ആം ഗെയിം തിയേറ്ററുകളിലേക്ക് എത്തുക.